ഹലോ ഫ്രണ്ട്സ്, കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ രുചിയുള്ളതുമായ ഒരു മസാല പാവിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണ് ഓരോന്നും നമുക്കൊരു പിച്ചാത്തി കൊണ്ട് ഒന്ന് കീറിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ എല്ലാം കീറിയെടുത്തിട്ടുണ്ട്. മസാല ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് സേവ്, മല്ലിയില, ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, കുറച്ച് കപ്പലണ്ടി വറുത്തത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു നാരങ്ങ അത് പിഴിഞ്ഞ് നമുക്കതിൻ്റെ ചാറെടുക്കണം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പേ വെച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോൾ അതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമ്മൾ ആ കീറി വെച്ചിരുന്ന ആ ബണ്ണ് നമുക്ക് ആ നെയ്ക്കകത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നെയ്ക്കകത്ത് നല്ലതുപോലെ അത് വെന്ത് നല്ലതുപോലെ തിരിച്ച് മറിച്ചിട്ട് നമുക്കത് ഭംഗിയായിട്ട് മൊരിച്ചെടുക്കണം. രാവിലത്തെ നാസ്തയ്ക്കും വൈകിട്ട് നമുക്ക് ചായയ്ക്കും ഒക്കെ ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതുമാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഒരു വശം ചൂടായിട്ടുണ്ട്. നമുക്കത് തിരിച്ച് ഇതുപോലെ വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അത് ഞാൻ നെയ്ക്കകത്ത് നന്നായിട്ട് മൊരിച്ച് ഞാനത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 സ്പൂൺ എണ്ണയും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മാത്രമാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ നെയ്യ് മാത്രം ചേർക്കാം. രണ്ടും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണം മാറുന്നതുവരെ നമുക്കൊന്ന് നല്ലതുപോലെ അതൊന്ന് ചൂടാക്കിയെടുക്കാം. തീ വളരെയധികം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ആ ജീരകം അതിൻ്റെ കൂടെ നല്ലതുപോലെ ചൂടാകണം. ചൂടായിട്ട് ഇതിൻ്റെ കൂടെ മണം നല്ലതുപോലെ വെളിയിൽ വരുന്നത് വരെ നമുക്കൊന്നത് ഇളക്കി കൊടുക്കാം. അത് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ല ഭംഗിയായിട്ട് ഇളക്കി ആ ഉള്ളി ചുവന്ന പരുവാകുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കണം. അത് ഉള്ളി ചുവന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് വേവുള്ളതാണ്, അതുകൊണ്ട് അത് കുറച്ച് നേരം നമ്മളത് ഇളക്കണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് സ്വല്പ നേരം വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നമ്മളിപ്പോഴും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കണം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി അതിലിട്ട് കൊടുക്കാം. സേവ് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ട് നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊന്നും വേവേണ്ട ആവശ്യമില്ല. സ്വല്പം ഉപ്പിട്ട് കൊടുത്ത് നമുക്കത് ഇളക്കി നമുക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ മസാല നമ്മൾ നെയ്ക്കകത്ത് മൊരിച്ച് വെച്ചിരുന്ന ആ ബണ്ണിൽ നമ്മൾ കോരി നിറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് മറ്റേ ഭാഗം വെച്ച് അടച്ച് അങ്ങനെ ചെയ്താൽ മതി.
ഏതെങ്കിലും സോസിൻ്റെ കൂടോ മധുരമുള്ള ചട്നിയുടെ കൂടോ ഇത് കഴിക്കാൻ വളരെ സ്വാദുള്ളതാണ്. ചട്നിയൊന്നും ഇല്ലെങ്കിലും ഇത് നല്ലതാണ് കഴിക്കാൻ. ഇപ്പോൾ നമ്മുടെ മസാല പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഒരു വെറൈറ്റി വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.